ശ്രീ മഹേഷ് പണിക്കർ, താങ്കൾ പറയായിരുന്നു ശബരിമലയിൽ അയ്യപ്പൻ നടന്ന ഒരു ക്ലെൻസിങ് പ്രോസസിനെ പറ്റി പറയായിരുന്നു. ശ്രീ മഹേഷ് പണിക്കർ, നമുക്ക് ഈ എപ്പിസോഡിലൂടെ മനസ്സിലായ മറ്റൊരു കാര്യം അവിടെ ഒരു നാഥരില്ലാ കളരിയാണെന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ ശാസ്താവിൻ്റെ ഇരുപുറവുമുള്ള ഇരുവശവും നിൽക്കുന്ന പാലകരെ കൈവക്കാൻ അടിച്ചു മാറ്റാൻ ധൈര്യപ്പെട്ടവർ ഈ പറയുന്ന കോടിക്കണക്കിനായ വിശ്വാസികൾ കൊണ്ടുപോകുന്ന കോടിക്കണക്കിനായ കാണിക്കയിൽ കൈവയ്ക്കൽ എന്താണ് ഉറപ്പ്? കോടതി തന്നെ പറയുന്നുണ്ട്. ഈ പറയുന്ന സ്ട്രോങ് റൂമുകളിൽ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഒരു ഒരു അന്വേഷണ കണക്കെടുപ്പ് നടക്കുന്നുമുണ്ട്. റീജിയൻ തൊഴുത്ത് എന്തു കൊള്ളയും സാധ്യമാകുന്ന ഒരു സംവിധാനം, ഒരു മേൽനോട്ടവും ഇല്ലാത്തൊരു സംവിധാനം, ആ സംവിധാനത്തിനൊരു മാറ്റം എന്നുകൂടി താങ്കൾ പറഞ്ഞ ക്ലെൻസിങ്ങിന് അർത്ഥമുണ്ടോ ശ്രീ മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ നമ്മൾ ഈ ഒരു പാരലൽ സംവിധാനം, ഈ ഇവരുടെ ഈ മേൽശാന്തിയുടെയും തന്ത്രിയുടെയും റൂം ഉൾപ്പെടെയുള്ള കാര്യം വ്യക്തമായിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിലെ നടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലെയും പൂജാവിധി നടക്കുന്നത് തന്ത്രസംശയം, കുഴിക്കാട്ട് വച്ച തുടങ്ങിയ ഗ്രന്ഥങ്ങളെ വെച്ചിട്ടാണ്. അതാണ് അവരുടെ പ്രമാണ ഗ്രന്ഥം. അത് വെച്ചിട്ടുള്ള പൂജകളാണ് ഈ നടക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഈ മലമൂത്ര വിസർജനം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്ഷേത്രം അശുദ്ധമാകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. രാഹുൽജിയുടെ തന്നെ ശബരിമല സ്ത്രീ വിഷയത്തിൽ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. അതായത് ഈ സ്ത്രീകളൊക്കെ പ്രവേശിക്കാൻ വരുവാണെങ്കിൽ മൂത്രമോ അല്ലെങ്കിൽ രക്തമോ എവിടെയെങ്കിലുമൊക്കെ പതിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രം അശുദ്ധമാകും. ആ ക്ഷേത്രത്തിൽ ഈ ബ്രാഹ്മണ ശൗചാലയങ്ങൾ ക്ഷേത്രത്തിനോട് ചേർന്നാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, രാഹുൽജി തന്നെ ഞാനൊരു ഇതിനകത്ത് കേട്ടുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞത് രാഹുൽജി ഉള്ളപ്പോഴല്ലേ പറഞ്ഞത്. അതായിക്കോട്ടെ, ഞാനത് അങ്ങനെയാണെങ്കിൽ അത് വിട്ടു. അത് ഞാൻ അതല്ല പറയുന്നത്. ക്ഷേത്രത്തിലെ അശുദ്ധി അങ്ങനെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് മാറ്റണമെന്ന് ഇപ്പം ജയകുമാർ സാറ് ഇപ്പം കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ട് ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ ഈ തന്ത്രി മേൽശാന്തി റൂമുകളൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് വിടർത്തി അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ക്ഷേത്രത്തിനെ സ്വതന്ത്രമാക്കണം, പഴയ കലാകാലങ്ങളിലുള്ള വിശ്വാസികളുടെ ഒരു ആവശ്യമാണത്. കാര്യം അത് വെച്ചിട്ടാണ്, അങ്ങനെയാണ് ഈ പറഞ്ഞ എല്ലാ കൊള്ളകളുടെയും എല്ലാ കള്ളങ്ങളുടെയും എല്ലാ തരത്തിലുള്ള പൂജകത്തിലുള്ള ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും എല്ലാം നടക്കുന്ന ഇവിടെയാണ്. കാര്യം ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ടാണ് ഹീറോ ആയത്? ഉണ്ണികൃഷ്ണൻ പറ്റി ഹീറോയാണ്. അയാൾക്ക് 5-6 ലാംഗ്വേജ് അറിയാം. അയാൾക്ക് തമിഴ്, കന്നഡ, തെലുങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ലാംഗ്വേജ് അറിയാം. ഇവർക്ക് ലാംഗ്വേജ് അറിയത്തില്ല, ഇവർക്ക് കാര്യം അറിയാം. അപ്പോൾ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ അതേണ്ട ഇതാണ് തിരുമേനി കണ്ടോ, എന്നാ എത്രയാ സംഭവം, കാശ് മേടിക്കുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചു, അമ്പലത്തിലേക്ക് ഇന്ന സ്പോൺസർ ചെയ്യണമെന്ന് പറയുന്നു, ഇത് സ്പോൺസർ ചെയ്യുന്നു. അപ്പം അതിനകത്തുനിന്നുള്ളൊരു ഈ ഒരു സാധ്യതകൾ അവിടുന്ന് മാറണം. എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം വെക്കുന്നത്? ഇത്ര ഒരു മഹാക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സാധ്യതകൾ എന്തിനാണ് നമ്മളൊരു കള്ളം നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നത്? അത് സുതാര്യമായിട്ട് വേണ്ടേ? ഇവർ ത്രൂ ആണോ? നമ്മളിപ്പോൾ തന്നെ മാലയുടെ കേസ് കണ്ടു. 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ട് ആ മാല അക്കൗണ്ടിൽ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മാലയപ്പുറത്തെ മേൽശാന്തി എല്ലാ വർഷവും മാറുന്നതാണ്. പുതിയതാണ് മേൽശാന്തി. അപ്പൊ ഒരു മേൽശാന്തി വന്നു, അദ്ദേഹത്തിന്റെ കൂടെയുള്ള പരികർമ്മികളും മാറി. അദ്ദേഹം വീട്ടിൽ നിന്നാണോ പിന്നെ തിരിച്ചു? മാലയുടെ കാര്യത്തിൽ ഗോവർദ്ധന ജാമ്യാപേക്ഷ വായിച്ചതിൽ നിന്നും അത് കണക്കൊപ്പിക്കായിരുന്നു. അത് ആ മാലയാണോ അത് ഇപ്പൊ കയറ്റിയ മാലയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സീരിയസ്ലി ഐ ഡൗട്ട് ശ്രീ മഹേഷ് പണിക്കർ. ഇപ്പൊ കയറ്റിയത് തന്നെയാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ കയറ്റിയത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ കയറ്റി തന്നെയാണ് ആ മാല. ഇപ്പൊ നമ്മൾ വാജുവാഹനത്തിന്റെ കേസ് രാഹുൽ ഈശ്വരോട് ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, ഈ വാജുവാഹനം 2012 തീരുമാനം ഉള്ളതല്ലേ. തന്ത്രി കുടുംബവും ദേവസ്വം ബോർഡ് തന്നെ റിട്ടേൺ, ഈ പഴയ തന്ത്രസംശയവും കുഴിക്കാട്ട് വെച്ചൊക്കെ പോട്ടെ, റിട്ടേൺ ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉള്ളതല്ലേ. അത് കഴിഞ്ഞിട്ട് ഇതൊരു പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പം വളരെ പരിശുദ്ധനാന്ന് പറഞ്ഞു ചെയ്യുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ എടുത്തു കൊടുത്തെന്നാ പറയുന്നത്. തന്ത്രി അത് തന്നെ അങ്ങനെ പറയുന്നത്. ഈ പറഞ്ഞ കുറുപ്പെന്ന് പറഞ്ഞ ഒരാളോട് ഇത്ര കോടിക്കണക്കിന് രൂപ വിലയുള്ള 500-1000 കോടി രൂപ വിലയുള്ള ഒരു ശബരിമലയിലെ ഇതിനകത്ത് മേളിൽ ഇരുന്ന് ഇറിഡിയോ ഉണ്ടെന്നൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു സാധനം എടുത്ത് കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഇതും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ തന്നെ പറയണം, ഇത്ര നാളായിട്ട് ശബരിമലയിൽ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങളുടെ തന്ത്രം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആ താഴ്മണം കുടുംബത്തിൽ ഇത്രയും കാലം വന്നിരിക്കുന്ന കംപ്ലീറ്റ് വിഗ്രഹങ്ങൾ നമ്മളിങ്ങനെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ? അവിടെ ഒരു മ്യൂസിയം ഉണ്ടോ? അതോ അതിന്റെ കച്ചവടം ഉണ്ടോ? ഇങ്ങനെ ഇതൊക്കെ ബോധ്യപ്പെടുത്തണ്ടേ? ഈ കാലാകാലങ്ങളിൽ ഓരോ നമ്മളിപ്പോൾ സംസാരം കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോ ക്ഷേത്രത്തിൽ നിന്നും ഇതെന്ന് പറഞ്ഞിട്ട് ചിലർ കൊടുക്കും. ഇപ്പൊ ശബരിമല കൊടുത്തു, പ്രയാറും ഇവരും കൊടുത്തു, മറ്റുള്ള പല ക്ഷേത്രങ്ങളും കൊടുത്തു, ചില ക്ഷേത്രങ്ങളിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ, ഏതൊക്കെ ക്ഷേത്രത്തിൽ കൊടുത്തു, ഏതൊക്കെ ക്ഷേത്രത്തിൽ കൊടുത്തില്ല. ഇതൊക്കെ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ വിൽപ്പനയുണ്ടോ? വിൽപ്പനയുണ്ടേ ആർക്കാ കൊടുക്കുന്നത്? അതൊന്നും ഈ SITയോട് പറഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. ആ റൂട്ടിൽ തന്നെയാണോ നമ്മുടെ സാധനങ്ങളൊക്കെ പോയിരിക്കുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തൊന്നും അറിഞ്ഞില്ല, ഒന്നും കേട്ടില്ല എന്നൊക്കെ പറയുന്നത്. രാഹുൽ അതിന് മറുപടി ഉണ്ടോ? കൃത്യമായിട്ട് മറുപടി പറയാം. കൃത്യമായിട്ട് 2 വരി മറുപടി പറയാം. ഒന്ന്, നമ്മൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നല്ല ഇൻഫോർമേഷൻ എടുക്കേണ്ടത്. ആദ്യം അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞതിന് ഒരു മറുപടി. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ കുറച്ച് തീവ്ര സ്വരക്കാർ കയ്യിൽ രക്തമിറ്റിട്ട് അങ്ങനെ അമ്പലം അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പാടില്ല, അവരുടെ കൂടെ അല്ല ഞാൻ, അത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അതേപോലെ പറയുന്നത് ഒരു ഭക്തര് ചേർന്നാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. 2, പ്രയാർ സാർ ഇപ്പം പരിശുദ്ധനാണെന്ന് പറയല്ല. പ്രയാർ സാർ പരിശുദ്ധൻ തന്നെയാണ്. ശബരിമലയ്ക്ക് വേണ്ടി 3ാമത് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. രക്തത്തിന്റെ പ്ലാനെ പറ്റിയാ പറഞ്ഞത്, രാഹുലിന്റെ പ്ലാനെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അമ്മയും പറഞ്ഞോട്ടെ.
പറഞ്ഞോട്ടെ. രാഹുലിന്റെ പ്ലാനാണ്. പറഞ്ഞത് മൂന്നാമത് പ്രയാർ സാറുമാണ്. അദ്ദേഹം പരിശുദ്ധനും നല്ലവരുമാണ്. ഇന്ന് ജീവിച്ചിരിപ്പില്ല. ശക്തമായ ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയതും അദ്ദേഹം സ്വന്തമായി കേസ് കൊടുത്തതുമാണ്. ശബരിമലയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി പോരാടിയതും 1.5 വർഷം കേസ് അനുഭവിച്ചതും ഇപ്പോഴും എന്റെ കേസുണ്ട്. ഇപ്പൊ ഹാഷ്മി ഈ കോള് വിളിക്കുന്നതിനും ബജാസിനോട് ചോദിച്ചാൽ മതി. ഞാൻ എന്റെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശബരിമല കേസ് കോഷ് ചെയ്യാൻ കൊടുക്കാൻ. അപ്പൊ ഞങ്ങളൊക്കെ വർഷങ്ങളായി ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. 2, ദൈവത്തെ ഓർത്ത് ഒരു അമ്പലത്തിന്റെ മേളിലും ഇറീഡിയം ഇല്ല. ആൾക്കാരെ വെള്ളിമൂങ്ങ പോലെ പറഞ്ഞു പറ്റിക്കുന്നതാണ്. അമ്പലത്തിന്റെ വാജിവാഹനമോ അമ്പലത്തിന്റെ കൊടിമരവോ അങ്ങനെ അല്ല, താങ്കൾ ഒന്ന് കേൾക്കൂ. സാധാരണക്കാർക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഇറീഡിയവും ഒരു അമ്പലത്തിന്റെ മേളിലും ഇല്ല. ചെങ്ങന്നൂരെ 1-2 അമ്പലങ്ങളുടെ മേളിൽ നിന്ന് ആൾക്കാർ ഇതുകൊണ്ട് മോഷണം പോയി. ഇതിന്റെ പിന്നിൽ ഇറീഡിയം ഉണ്ട്, വെള്ളിമൂങ്ങയുണ്ട്, മറ്റേ റൈസ് പുള്ളർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടുകാർക്ക് ഇത് തെറ്റായ ഇൻഫർമേഷൻ ആണ്. അങ്ങനെ ഒരു സാധനവും ഒരു അമ്പലത്തിന്റെ മേളിലും ഇല്ല. ഈ വാജിവാഹനത്തിന് 500 കോടിയൊന്നും ഇല്ല. അതായത് പണ്ട് അതിനൊക്കെ പുരാവസ്തു രാഹുൽ അത് ഇറിഡിയത്തിന്റെ മൂല്യമല്ല, അത് പുരാവസ്തു മൂല്യമാണ്. ഈ പറഞ്ഞ അഷ്ടദിക്പാലകർ, വാജിവാഹനം, പഴയ വിഗ്രഹങ്ങൾ, ഇതിനൊക്കെ ലോഹത്തിന്റെ മൂല്യമല്ല, പുരാവസ്തു മൂല്യമാണ്. താങ്കളപ്പം അല്ല, അങ്ങനെയല്ല. ഹാഷ്മി കേട്ടത് തെറ്റിയാണ്. അതായത് ഈ തിയറി എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ മേലിരിക്കുന്ന സാധനം കണ്ടിന്യൂസ്ലി മഴയും വെളിച്ചവും മറ്റേക്ക് ഇടിമിന്നലേറ്റ് അത് ഗോൾഡ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചലോഹവും ബാക്കി ലോഹങ്ങളോ ഇറീഡിയമായി മാറും. ഇറീഡിയത്തിന് അങ്ങനെ കോടിക്കണക്കിന് വിലയുണ്ട്. അങ്ങനെയാണ് ഈ വാജിവാഹനത്തിന്റെ വില 500 കോടിയാണെന്ന് പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നത്. അങ്ങനെ 500 കോടിയുടെ സാധനമാണെങ്കിൽ ഇപ്പം തിരിച്ചു കൊടുക്കാന്ന് പറയൂ. അതായത് പണ്ട് അതായത് പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത് പോലെ അതിനെ രാഹുൽ പറയൂ എത്ര കോടിക്കാന്ന് പറഞ്ഞാൽ പറയല്ലോ. 500 കോടിയല്ലേ പറ. 250 ആണോ, 100 ആണോ, 50 ആണോ, 10 ആണോ? എന്റെ ചേട്ടായി എത്ര കോടിക്കാന്ന് പറഞ്ഞാൽ പോരെ. മാർക്കറ്റ് വില നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. ഹാഷ്മി ദയവായി കേക്കൂ. അല്ല, വാജിമാൻ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ കൊടുക്കാമെന്ന് ഒറിജിനൽ വാജിയാന്ന് ആർക്കറിയാം? രാഹുൽ ഈശ്വർ അല്ല, ദയവായി കേക്കൂ. അല്ല, അതിൽ ഇറീഡിയം എന്നൊരു കാര്യമില്ല. ഉണ്ടെങ്കിലാണ് ഈ 500 കോടി. രാഹുൽ ഈശ്വർ, ഇവിടെ ഈ പ്രവാസി വ്യവസായി കൊടുത്തിരിക്കുന്ന മൊഴി, ഈ പുരാവസ്തു കടത്ത് കേരളത്തിൽ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ കച്ചവടമാണ്. അത് ഇറിഡിയം കൊണ്ടല്ല, അത് ആന്റിക് വാല്യൂ കൊണ്ടാണ്. നമ്മുടെ 24 ആൾക്കാർ അവിടെ പോയി കിടക്കുന്നത് എന്തിനാ? ഈ പറഞ്ഞ 1000 കോടിയുടെ 500 കോടിയുടെ കച്ചവടം കണ്ടുപിടിക്കാനാ. അല്ല, അപ്പം അതിന്റെ ഒരു സാധ്യതയല്ല ഈ പറയുന്നത്. നമ്മളൊരു ചർച്ചയിൽ സാധ്യത പറയുമ്പോൾ അതിന്റെ ആ സാധ്യതയെ കുറിച്ചൊരു ബോധ്യം വേണ്ടേ? ഇത്ര വില രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ലല്ല, അതിന് മറുപടി പറഞ്ഞോട്ടെ. അങ്ങ് സാധ്യത പറഞ്ഞോളൂ. പക്ഷെ ഞാൻ വസ്തുത പറയാം. സാധ്യതകൾ തീർച്ചയായും നമ്മുടെ ചർച്ചയിൽ വേണം. പക്ഷെ വസ്തുതകളും വേണമല്ലോ. പോസിബിലിറ്റീസ് മാത്രമല്ല, ഫാക്റ്റും വേണമല്ലോ. അതായത് ഒരു സാധനത്തിലല്ല. സുഭാഷ് കപൂർ 1100 കോടി മുതൽ 1500 കോടി വരെയുള്ളത് ഏകദേശം 100 കണക്കിന് ആർട്ടിഫാക്ട്സിനാണ്. ഇതേപോലെ സേക്രഡ് റിലിക്സ് മാർക്കറ്റിന് ഹിസ്റ്ററി, ഹെറിറ്റേജ്, ആന്റിക് വാല്യൂ ഉണ്ട്. അത് ഇറീഡിയത്തിന്റെ വാല്യൂ അല്ല. ഇറീഡിയം എന്നുള്ളത് വെള്ളിമൂങ്ങ പോലെ, റൈസ് പുള്ളർ പോലെ ഒരു കോൺസ്പിറസി. ഒരുപാട് പാവപ്പെട്ടവർ പുരാവസ്തു മൂല്യം പറ. ഇനി ഇതേപോലെ ആഷ്മി അറിഞ്ഞിരിക്കാനാണ്. രാഹുലിനും മഹേഷ് പണിക്കർക്ക് എനിക്കല്ലേ അറിയൂ. ഞാൻ എന്താ അറിയാം, ഇതുപോലെ കാപട്യം പറഞ്ഞ് പുറത്ത് വെക്കുന്നവർക്ക് അറിയില്ലല്ലോ അത് ഇറിഡിയം ഇല്ലാന്ന്. അത് പറ്റിക്കപ്പെടുമ്പോഴേ അറിയൂ അവർ ഇറിഡിയം ഇല്ലാന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ആന്റിക് മൂല്യം എന്നൊരു മൂല്യമുണ്ട്. അവിടെയാണ് സുഭാഷ് കപൂർ മോഡൽ എന്ന് കോടതിക്ക് പറയേണ്ടി വന്നത്, അല്ലേ രാഹുൽ? ഇത് ആന്റിക് മൂല്യവും സേക്രഡ് വാല്യൂവും ഉണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് അമ്പലത്തിൽ എന്തുകൊണ്ടാണ് തന്ത്രിമാർക്ക് ഡീകോൺസെക്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ തന്ത്രിമാർക്ക് കൊടുക്കുന്നത്. അല്ലാതെ തന്ത്രിമാരും അത് വിപണനം ചെയ്യില്ല. ഒന്നുകൂടെ ഓർക്കണം, ഈ തന്ത്രിമാരൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ അമ്പലങ്ങളിൽ നിൽക്കുന്നവരാണ്. ശബരിമല അടക്കമുള്ള കുറച്ച് എന്റെ മഹേഷിയെക്കാട്ടി സൗണ്ട് വെക്കാൻ എനിക്കറിയില്ലേ? മഹേഷിയെക്കാട്ടി സൗണ്ട് സംസാരിക്കാൻ അല്ല രാഹുൽ ഈശ്വർ, പക്ഷെ മഹേഷ് പണിക്കർ ചോദിക്കുന്ന ചോദ്യം പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ ഇക്കാലം അത്രയും കേരളത്തിൽ നിന്നും കേടുവന്ന വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളെല്ലാം ഓരോ തന്ത്രിമാരുടെ വീട്ടിലിരിപ്പുണ്ടോ? അതെവിടാണ് എന്ന ചോദ്യമുണ്ട്. ഇതുവരെ മേടിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ
ആ മറുപടി കേൾക്കൂ. അങ്ങയുടെ ഭക്തനെ ബഹുമാനിച്ചുകൊണ്ടാണ് പറയുന്നത്. പറഞ്ഞോളൂ, അങ്ങയുടെ പറഞ്ഞോളൂ, ഭക്തനെ പറയൂ, പറയൂ, ബഹുമാനിച്ചുകൊണ്ടാണ് പറയൂ. പറയുന്നത്. അത് സമൂഹം അങ്ങ് കേൾക്കണം, മുമ്പ് ചർച്ചയിൽ സമൂഹം കേൾക്കണം, ഈജിപ്ഷ്യൻ ഫറവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അയ്യപ്പനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ സാധ്യതകൾ കണക്ക് സംസാരിക്കാം. പക്ഷെ നമ്മുടെ മുമ്പിലുള്ളത് 9ഓളം ഇടക്കാല ഹൈക്കോടതി വിധികളല്ലേ. അതിന്റെ നിലയിൽ നിന്നുകൊണ്ട് മാത്രമല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. എന്തുകൊണ്ട് സുഭാഷ് കപൂറിനെ കുറിച്ച് പറയുന്നു? ഹൈക്കോടതി വിധിന്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 2, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും തെറ്റാണ്, മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒന്ന്, ഹാഷ്മിയും കൂടെ അറിഞ്ഞിരിക്കാനാണ്, ഈ കുറച്ച് അമ്പലങ്ങളിലെ തന്ത്രിമാർക്കും മേശാന്തിമാർക്കും വരുമാനമുള്ളൂ. ആയിരക്കണക്കിന് പാവപ്പെട്ട ബ്രാഹ്മണർ, യഥാർത്ഥ പോറ്റിമാർ, സാധുക്കൾ അവരുടെ ജീവിത വ്രതമായി കണ്ട് ഒരു ദിവസം പോലും അവധിയില്ലാതെ 3000-വും 4000 രൂപയ്ക്കാണ് ഈ അമ്പലങ്ങളെല്ലാം പണി ചെയ്യുന്നത്. നല്ലൊരു ശതമാനം ബ്രാഹ്മണ കുടുംബങ്ങളും പട്ടിണിയിലാണ്. ഈ ഇറിഡിയം തൂക്കി വിറ്റാ പോരെ, അവരുടെ എല്ലാം കുടുംബങ്ങൾ സ്വത്താവുമല്ലോ. നല്ലൊരു ശതമാനം ബ്രാഹ്മണ കുടുംബങ്ങളും പട്ടിണിയിലാണ്. പാവങ്ങളെ പറ്റിയല്ല മഹേഷ് പണിക്കർ പറഞ്ഞത്. ഈ എല്ലാ പോറ്റിമാരും പാവങ്ങളെ പറ്റിയല്ല രാഹുൽ, ഞാൻ ചോദിച്ച ആ വിഗ്രഹം അവിടെ ഉണ്ടോ? ഇതുവരെ മേടിച്ച രാഹുൽ അല്ല, ആ പാവം പോറ്റുമാരെ പറ്റിയല്ല മഹേഷ് പണിക്കർ പറഞ്ഞത്. ഈ കള്ളപ്പോറ്റിയെ പോലെയുള്ള പോറ്റുമാരെ പറ്റിയാണ്. അയ്യപ്പന്റെ വിഗ്രഹം ശബരിമലയ്ക്കുള്ളിലല്ല ഇരിക്കുന്നത്. അല്ലല്ല ആ ശിവേലി വിഗ്രഹങ്ങള് ആരെങ്കിലും വീട്ടിൽ രാഹുൽ, ഇത് ശിലയിലുള്ളതാണെങ്കിൽ വെള്ളത്തിൽ നിമജ്ജനം ചെയ്യണം, തടിയിലുള്ളതാണെങ്കിൽ അത് ആ രീതിയിൽ അതിനെ ആ വഴിക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള റൂളുകൾ പാലിക്കപ്പെടുന്നുണ്ടോ അതോ മറച്ചു വെക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് മഹേഷ് പണിക്കർ ചോദിക്കുന്നത്. അതായത് നമ്മുടെ അവിടെ ആര് മറച്ചു വെക്കുന്നു? അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടോ? ചുമ്മാ നമ്മൾ പറയരുതേ. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നമ്മുടെ ഇന്ത്യൻ കൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സംസ്കരിക്കാൻ ഒരു പ്രോട്ടോകോൾ. ഞാൻ ചോദിക്കുന്ന കാലാകാലങ്ങളിൽ നമ്മൾ ഈ വക വിഗ്രഹങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നു. ശബരിമലയിലെ വാജിവാഹനം കൊണ്ടുപോയതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് കൊണ്ടുപോകുന്നു. അത് നമ്മുടെ കയ്യിൽ ഉണ്ടോ? സൗണ്ട് വെച്ച് തുടങ്ങിയാൽ ഇടവേളയ്ക്ക് പോകണം. എന്തായാലും അത് ചർച്ചയുടെ പുതിയൊരു വാതിൽ തുറക്കണം. എന്തായാലും നമുക്ക് അതിലേക്ക് പോകേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.